ഹായ് ഹലോ എല്ലാവർക്കും ടിപ്സ് ഓർ ഹാപ്പി ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് ഉഴിഞ്ഞ എന്ന് പറയുന്ന ഇലയാണ് കേട്ടോ. ഇത് വേദന മാറാനായിട്ടൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ ഇതുകൊണ്ട് നമ്മൾ ഇന്നൊരു സൂത്രം ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോവാം. അപ്പോൾ സ്റ്റീഫൻ ചേട്ടൻ അവിടെ ഇവിടെയൊക്കെ ഒരു വേദന എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുള്ള മരുന്നാണ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. എന്താണ് ഈ പറയുന്നത്? അതൊക്കെ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് നമ്മുടെ ഉഴിഞ്ഞയുടെ ഇല കേട്ടോ. നമ്മുടെ പറമ്പിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. രോഗകാരണങ്ങളായ വാതം, പിത്തം, കഫം എന്നീ 3 ദോഷങ്ങൾക്ക് വർധനയുണ്ടാകുന്നൊരു സമയമാണ് നമ്മുടെ ഈ കർക്കിടക മാസം. അപ്പോൾ കർക്കിടക മാസത്തിൽ നമ്മൾ കുറച്ച് ചിട്ടകളൊക്കെ പാലിക്കുകയാണെങ്കിൽ അത് നമുക്ക് വർഷം മുഴുവനും ഉന്മേഷവും ആരോഗ്യവും സന്തോഷവും ഒക്കെ പകരുന്ന ഒന്നായിട്ട് തീരും. അപ്പോൾ ഇന്നിപ്പോൾ നമുക്ക് ഉഴിഞ്ഞ ഉപയോഗിച്ചിട്ട് കഞ്ഞിയാണ് വെക്കാൻ പോകുന്നത്. നമ്മുടെ പറമ്പിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ദശപുഷ്പങ്ങളിലൊന്നായിട്ടുള്ള ഉഴിഞ്ഞ എന്ന് പറയുന്ന ഔഷധ സസ്യത്തെ കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഇപ്പോൾ ഉഴിഞ്ഞയുടെ ഇലയും തണ്ടും ഒക്കെ നന്നായിട്ട് കഴുകിയെടുത്തിട്ട് ഇടിച്ചു പിഴിഞ്ഞ് അതിൻ്റെ നീരെടുക്കുകയാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതിനിടയ്ക്കൊരു കാര്യം പറഞ്ഞോട്ടെ, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതേപോലെ തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുകൂടി സെലക്ട് ചെയ്ത് വെക്കുക. ലൈക്ക് ചെയ്യാനായിട്ടും മറക്കരുത്. ഞാനിപ്പോൾ ചെറിയ അളവിലാണ് എടുക്കുന്നത്. അതായത് 1/2 ഗ്ലാസ് പച്ചരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് കഴുകിയെടുത്തിട്ട് ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമുക്ക് ഉഴിഞ്ഞയുടെ നീരും അതേപോലെ കുറച്ച് വെള്ളവും ചേർത്തിട്ട് ഇത് വേവിച്ചെടുക്കാനാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ സ്റ്റവ് ഓൺ ചെയ്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് ഞാനിവിടെ ചെയ്യുന്നത് ഒരല്പം ജീരകം ഒന്ന് വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. ചെറുതായിട്ടൊന്ന് ചൂടാക്കിയൊക്കെ എടുത്തതിന് ശേഷം നമുക്ക് പൊടിച്ചെടുക്കാം. അപ്പോൾ ഉഴിഞ്ഞയ്ക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. അപ്പോൾ ഉഴിഞ്ഞക്കഞ്ഞി ഇടയ്ക്കൊക്കെ വെച്ച് കഴിക്കണം. അപ്പോൾ ഇത് ഇടയ്ക്കൊന്ന് ഇളക്കിയൊക്കെ കൊടുക്കണം കേട്ടോ. നമ്മൾ ഇത് വെച്ചിട്ട് വേറെ എവിടെയും പോകരുത്. അല്ലെങ്കിൽ പിന്നെ കുക്കറിലൊക്കെ വെക്കാം കേട്ടോ. അതിലും നല്ലത് നമുക്ക് ഈ രീതിയിൽ തന്നെ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു കഞ്ഞി നമ്മൾ കുടിക്കുന്നത് കൊണ്ട് ഒരുപാട് ഗുണങ്ങളാണ്. നമ്മുടെ ശരീരത്തിലുള്ള എല്ലാത്തരം വേദനകൾക്കും നമുക്ക് പ്രയോജനകരമായിട്ടുള്ള ഒന്നാണ് ഈ ഒരു ഉഴിഞ്ഞക്കഞ്ഞി. അടുത്തതായിട്ട് നമ്മളൊരല്പം ജീരകം പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ജീരകമാണ് ചേർക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ ഒരു കഞ്ഞിക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. നമുക്ക് എല്ലാവർക്കും ഇത് കഴിക്കുന്നത് നല്ലതാണ്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയുടെ ലാസ്റ്റ് പറയുന്നുണ്ട്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഫുൾ വീഡിയോ കാണുക. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ 2 സ്പൂൺ പീരയാണ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അത്യാവശ്യം വലിയ സ്പൂണാണ്. അപ്പോൾ തേങ്ങാപ്പീര കൂടി ചേർക്കുമ്പോൾ നമ്മുടെ കഞ്ഞിക്ക് നല്ലൊരു ടേസ്റ്റാണ്. അല്ലെങ്കിൽ ഉഴിഞ്ഞയുടെ ടേസ്റ്റ് കൂടുതൽ നിൽക്കുമ്പോൾ അതിനൊരു കയ്പ്പ് രസം വരാനായിട്ട് സാധ്യതയുണ്ട്. ഇതിപ്പോൾ നമ്മുടെ കഞ്ഞി സൂപ്പറാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ തന്നെ ചെയ്താൽ മതി. നമ്മുടെ കഞ്ഞിയൊക്കെ വെന്ത് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കഞ്ഞിയിൽ വെള്ളം കുറവാണെങ്കിൽ ഒരല്പം വെള്ളം കൂടിയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അടുത്തായിട്ട് നമ്മളൊരു ചെറിയ ചീനച്ചട്ടിയിൽ 4-5 ചെറിയ ഉള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 സ്പൂൺ നെയ്യാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ നെയ്യിൽ ഇതൊന്ന് താളിച്ചെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതേ ഉള്ളിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കഞ്ഞിയിലേക്ക് ഇതിട്ട് കൊടുത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കിയൊക്കെ കൊടുത്ത് നമുക്ക് അങ്ങോട്ട് കഴിച്ചാൽ മതി. ഇതിൻ്റെ കൂടെ ഞങ്ങളിവിടെ കഴിച്ചതെന്ന് പറയുന്നത് പച്ചയ്ക്ക മെഴുക്ക് പുരട്ടിയാണ്. അല്ലെങ്കിൽ ചമ്മന്തിയുടെ കൂടെയൊക്കെ നമുക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ മറ്റു ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കണ്ടേ. ഇപ്പോൾ സന്ധിവേദനയ്ക്കൊക്കെ നല്ലതാണെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ വളരെ ഗുണകരമായിട്ടുള്ള ഒന്നാണ് പീരീഡ്സ് കറക്റ്റ് അല്ലാതെ വരുന്ന ആൾക്കാരുണ്ടല്ലോ, കുട്ടികൾക്കൊക്കെ നമുക്കിത് കഞ്ഞി വെച്ച് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു പ്രശ്നം അകറ്റാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ആർത്തവ സമയത്തുണ്ടാകുന്ന വയറുവേദനയ്ക്ക് ആശ്വാസം കിട്ടാനായിട്ട് നല്ലതാണ്. നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ ശരീരത്തിലെ വേദനകൾക്ക് വളരെ ഗുണകരമാണ്. എല്ലാത്തരം വേദനകൾക്കും ഗുണകരമാണ്. ഇതിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റുകളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത് ഇത്രയും വിശേഷപ്പെട്ടതായിട്ട് പറയുന്നത്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, കുട്ടികളില്ലാത്തത് മൂലം ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക്, പ്രത്യേകിച്ച് പുരുഷന്മാരൊക്കെ ഇത് കഴിക്കുന്നത് വളരെ നല്ലതാണ്. നല്ലൊരു റിസൾട്ട് കിട്ടാനായിട്ട് സഹായിക്കും. ഈ ഒരു കർക്കിടക മാസത്തിൽ നമ്മൾ ശരീരത്തിൻ്റെ ആരോഗ്യം മാത്രം നോക്കിയാൽ പോരാ, മാനസികമായിട്ടും ആരോഗ്യമുള്ളവരായിരിക്കാനായിട്ട് ശ്രമിക്കുക. ശാന്തമായി സ്വസ്ഥമായി ജീവിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. അപ്പോൾ ഇത് നമ്മുടെ ദഹന പ്രശ്നങ്ങൾ അകറ്റാനായിട്ട് വളരെ നല്ല ഒരു ബ്രേക്ക്ഫാസ്റ്റായിട്ട് കഴിക്കാൻ പറ്റിയതാണ് കേട്ടോ. അതേപോലെ തന്നെ മെലിഞ്ഞിരിക്കുന്ന ആൾക്കാർക്ക് ഇത് പതിവായിട്ട് കഴിക്കുന്നത് ഗുണം ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കഞ്ഞിയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ, ഉഴിഞ്ഞ ആരുടെയൊക്കെ വീട്ടിലല്ലെങ്കിൽ പറമ്പിലൊക്കെ ഉണ്ടെങ്കിൽ അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.